Good morning. Good morning. Good morning. Let me video on ചെയ്തേ വേഗം. Good morning, miss. Good morning. വീഡിയോ ഓൺ ചെയ്തോളൂ എല്ലാവരും. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. മിസ് പ്രസന്റ് ഇടാറായോ? പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ഒരു തവണ ഒരു പ്രാവശ്യം മാത്രം. ജസ്റ്റിസിനെ കാണുന്നില്ലല്ലോ ജസ്റ്റിസേ. ഗുഡ് മോർണിംഗ് ഡെൽവിൻ. Good morning, miss. ജസ്റ്റിസിനെ കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മിസ് അത് ക്യാമറ ഓ അതെയോ, ഓക്കെ ഓക്കെ. ആരാധ്യ വീഡിയോ ഓൺ ചെയ്തേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നത് വരെ വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക. റെഡിയാണല്ലോ? ഹരി ഗുഡ് മോർണിംഗ്. Yes, miss. കഴിഞ്ഞ ക്ലാസ് നമ്മള് 7th ലെസൺ പുരസ്കാർ കി ദാവത് ആയിരുന്നു എടുത്തത് അല്ലേ? പുരസ്കാർ കി ദാവത്. അതിന്റെ വർക്കുകൾ പറഞ്ഞില്ലല്ലോ. Miss അയച്ചതിനുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല. ഓക്കെ. അപ്പൊ മിസ് അയച്ചതുണ്ട്. നിങ്ങളത് നേരത്തെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് മിസ് അയച്ചു തന്നത്. മിസ് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ നോട്ട്ബുക്കിലേക്ക് വേർഡ് മീനിങ്, അതുപോലെ മുഹാവര. ആ ബോക്സിൽ മുഹാവര ഉണ്ട്. നസർ രഖ്ന, നിഗ്രാനി കർണ, മൻ ഹില്ലുഡ്ന, പ്രസന്ന ഹോജാന. ആ മുഹാവര അടക്കം വേർഡ് മീനിങ്ങും കൂടി നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. നെക്സ്റ്റ് നമ്മള് ഡിറ്റേഷൻ വേർഡ് ആണ്. സ്വച്ഛത, സ്വാസ്ഥ്യ, ദോഷ്, സഹർഷ്, അഭിയാൻ, ജിമ്മേദാരി, നസർ, ഈമാൻദാരി, പുരസ്കാർ. ഇതില് ഇന്നലെ അല്ല, അതിന് തൊട്ട് മുന്നേയുള്ള ദിവസം ആരെങ്കിലും ആബ്സെന്റ് ആയിട്ട് ലീവ് പറയാനൊന്നും ക്ലാസ്സിലില്ലല്ലോ? ലീവ് പറയാതെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നവരാരുമില്ലല്ലോ? ഓക്കെ. നെക്സ്റ്റ് മൗഖിക പ്രശ്നം. പ്രശ്നോ കെ ഉത്തർ ബതാവോ. നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞാൽ മതി. പഹലെ ദൃശ്യ में किनके बीच बातचीत हो रही थी? दीवा गुड मॉर्निंग. राजा और मंत्री के बीच. राजा, वनराज और मंत्री ले गजराज. वनराज और गजराज किस विषय पर बातचीत कर रहे हो? ഏത് വിഷയമായി സംസാരം? स्वच्छता के बारे में. शहर के लोगों को क्या बात समझ में आ गई थी? ടൗണിലെ ജനങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായത്? स्वस्थ रहकर ही जीवन का आनंद लिया അല്ലെ? നമ്മള് ശുചിത്വം പാലിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ല ജീവിതം നയിക്കാൻ പറ്റുന്നു അല്ലെ? ജുവാന പേജ് നമ്പർ 39. पूरे जंगल को कितने भागों में बांटा गया था? ആ ഫോറസ്റ്റ് മുഴുവൻ എത്ര ഭാഗങ്ങളാക്കി തിരിച്ചിരുന്നു? 4 ടീമിനെ 4 ഭാഗമായിട്ട് അല്ലെ? 4 ടീമിനെ നയിച്ചു. ഓക്കെ. ഇനി ലിഖിത പ്രശ്നമാണ്. ലിഖിത പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ല നോട്ട് ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. എന്തെങ്കിലും ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞുതരാം. മന്ത്രി ഗജരാജിനെ വനരാജിക്കോ ക്യാ സമझായ? മന്ത്രി ഗജരാജ് രാജാവിന് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടത്? महाराज जब से टीवी और रेडियो पर लोगों को सफाई और स्वच्छता के बारे में जागरूक किया गया है,
तब से लोगों को एक बात समझ आ गई कि स्वस्थ रहकर के जीवन का आनंद लिया जा सकता है. എന്താ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്? മുഹമ്മദ് ഷാനെ വീഡിയോ ഓൺ ചെയ്. അതായത് മഹാരാജാവേ, ടൗണിലെ ജനങ്ങള് ടിവിയിലും റേഡിയോയിലും ഒക്കെയാണ് ഈ ശുചിത്വത്തെ കുറിച്ച് കേൾക്കുന്നത് അല്ലെ. അതിനാൽ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് എന്താണ്, ശുചിത്വം പാലിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആരോഗ്യം സന്തോഷമുള്ളതായി മാറും അല്ലെ. നെക്സ്റ്റ്, വനരാജ് और मंत्री गजराज ने गुद को दोषी क्यों माना? വനരാജും മന്ത്രി ഗജരാജിനെ എന്താണ് നീ സ്വയം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്? എന്ത് തെറ്റ് ചെയ്തത്? കാരണം ഇവർക്ക് ഫോറസ്റ്റിലെ, അതായത് കാടുകളിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് രാജാവ് എന്ത് പറഞ്ഞിട്ട്, ഹം സമസ്തേ ഹേ കി ഈസ്മേൻ ജിത്ന ഹമാരാ ദോഷ് ഹേ. ഞാൻ മനസ്സിലാക്കുന്ന എന്താണ്, ഇതിൽ എത്ര ദോഷം തെറ്റുണ്ടോ എന്റെ ഭാഗത്തുനിന്ന്, ഉത്നാഹി ദോഷ് ആപ്കാ ഭി ഹേ, അത്രയും ദോഷം തെറ്റും നിനക്കും ഉണ്ട് എന്ന് രാജാവ് പറഞ്ഞു അല്ലെ. അതായത് രാജാവ് ചെയ്ത തെറ്റിന് മന്ത്രിയും കൂടി ഉത്തരവാദിത്തമുള്ളവനാവുന്നു. തേർഡ്, വനരാജ് ने वन को साफ करने के लिए किसको क्या जिम्मेदारी दी? ആരെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? മുഴുവൻ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. മന്ത്രി ഗജരാജ് ആപ് സബ്കോ അപ്നി അപ്നി ജിമ്മേദാരി ബതായേംഗെ. ഗജരാജിനെ ആയിരുന്നു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. വനരാജനെ ജംഗൽ കെ പശുപക്ഷിയോं से क्या പ്രതിജ്ഞ करने के लिए कहा? വനരാജൻ ആ കാട്ടിലെ പക്ഷിമൃഗാദികളോട് എന്ത് പ്രതിജ്ഞ എടുക്കാനാണ് പറഞ്ഞത്? ഹം ഇസി തര മിൽ ജുൽ കർ സഫായി രഖേംഗെ. നമ്മൾ ഇതുപോലെ എന്നും കൂടിച്ചേർന്ന് അല്ലെ, ഐക്യത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും? ശുചിത്വം പാലിക്കും അല്ലെ, ശുചീകരിക്കും. ആ ജീവൻ കാ ആനന്ദ് ലേംഗെ, നിന്റെ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകും. ലാസ്റ്റ് വൺ, आप अपने आसपास साफ सफाई रखने के लिए क्या करेंगे? അത് മിസ് അതിന്റെ അടുത്ത് തന്നെ ക്വസ്റ്റിന്റെ അടുത്ത് തന്നെ ആൻസർ എഴുതി അയച്ചിട്ടുണ്ട്. താങ്കൾ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുഭാഗം വൃത്തിയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ശുചിത്വം പാലിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? മേരെ ആസ്പാസ് സഫായി രഖേംഗെ, ഞാനും എന്റെ പരിസരവും ഒക്കെ എന്ത് ചെയ്യും? ശുചീകരിക്കും അല്ലെ. നിങ്ങൾ ഓരോരുത്തരോടുള്ള ചോദ്യം അത്. ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? മീനിങ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് പേജ് നമ്പർ 39 ലാസ്റ്റ്, വചൻ ബദൽ കർ വാക്യ ദുബാര ലിഖോ. ബഹുവചനത്തിലേക്ക് എഴുതിയതിനു ശേഷം അതായത് എന്താണ്, നിങ്ങള് ബഹുവചനത്തിലേക്ക് ആ സെന്റൻസ് മാറ്റിയിട്ട് സെന്റൻസ് വീണ്ടും എടുത്തെഴുതുക. ലേറ്റ് ആയിട്ട് വന്നവര് പേജ് നമ്പർ 39 എടുത്തോളൂ. ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാനും ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കുകളും ഞാൻ ഇന്നലെ തന്നെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും ഇന്ന് 5 മണി വരെ സമയം തരും. നിർബന്ധമായും എല്ലാവരും എഴുതിയിരിക്കണം. അതായത് ഒരു പേജ് മീനിങ് മാത്രം എഴുതിയിട്ട് അയക്കാൻ പാടില്ല. അയക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ്, നോട്ട്, കോപ്പി റൈറ്റിംഗ് മൂന്നും കംപ്ലീറ്റ് ആക്കി, എപ്പോ കംപ്ലീറ്റ് ആക്കുന്നോ ആ സമയത്ത് അയച്ചാൽ മതി കേട്ടോ. ആദ്യം ഒരു കോപ്പി ഒരു പേജ് അയച്ചു, പിന്നെ വേർഡ് മീനിങ് കുറച്ച് എഴുതി കുറച്ചു നേരം കഴിഞ്ഞ് അത് അയച്ചു. അങ്ങനെ വേണ്ട, മൂന്നും ഒരുമിച്ച് അയക്കുക. ഡെൽവിനെ അയക്കുന്നെങ്കിൽ കോപ്പി റൈറ്റിംഗ് ഒരു പേജ് വേണം, ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ ഉണ്ടാവണം, ആ പേജ് ഉണ്ടാവണം, നോട്ട്ബുക്കിലെ വർക്കും ഉണ്ടാവണം. ഓക്കെ. ഇവിടെ സെന്റൻസ് ഏകവചനമാണുള്ളത്, അതില് ബഹുവചനമാക്കിയാൽ എങ്ങനെയാവും? ചൂഹേനെ ഗഡ്ഡ ഗോദ. അപ്പൊ അത് ബഹുവചനാകുമ്പം ചൂഹോനെ ഗഡ്ഡെ ഗോദേ എന്നാണ്. അതേപോലെ ഇതിൽ വീഡിയോ ഓഫ് ചെയ്ത് വെറുതെ ഇരിക്കേണ്ട ഒരാളും വീഡിയോ ഓൺ ആക്കിയിട്ടിരുന്നേ ക്ലാസ് കഴിഞ്ഞവരെ. ശ്രീ വിഷ്ണു ഓക്കെ, ശ്രീ വിഷ്ണു പൊതുവെ എനിക്കറിയാം, ബാക്കിയുള്ളവരെ കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ചിടിയാനെ കൂടേതാൻ ലഗായേ. അലൻ,
Page number 39. Justice Jo. എനിക്ക് പുസ്തകമില്ല. ഇല്ല ഓക്കെ, ഞാനത് പേജ് നമ്പർ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റിസ് എവിടുന്ന് പ്രസന്റ് ടൈപ്പ് ചെയ്തോണ്ടിരിക്കണ്ട, ഒരു പ്രാവശ്യം മാത്രം ടൈപ്പ് ചെയ്താൽ മതിയേ. അല്ല മിസ് നേരത്തെ ടൈപ്പ് ചെയ്തില്ലായിരുന്നു. അതെ ഓക്കെ. ചിടിയാനെ കൂടേതാൻ ലഗായെ, അത് ബഹുവചനാകുമ്പം ചിടിയ എന്നുള്ളത് എന്തായി വരും? ചിടിയാം. ചിടിയാംനെ കൂടേതാൻ ലഗായേ, ഏം ഡോട്ട് ഇടണം. ചിടിയാംനെ കൂടേതാൻ ലഗായേ. മിത്രനെ കഹ്ന മാന, അത് ബഹുവചനാകുമ്പം മിത്ര എന്നുള്ളതിന്റെ ബഹുവചനം, മിത്രനെ എന്നുള്ളതിന്റെ ബഹുവചനം മിത്രോംനെ, कहना माने. जानवर ने दावत खाई, जानवर ने എന്താവും? जानवरों ने दावत खाई. नेक्स्ट पेज नंबर 40 वर्णों को जोड़कर शब्द बनाओ. വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്ത് ശബ്ദമുണ്ടാക്കുക. ഫസ്റ്റ് വേർഡ് വനരാജ്, സെക്കൻഡ് വേർഡ് എന്തായിരിക്കും അത് കൂട്ടിയാല്? പുരസ്കാർ. നെക്സ്റ്റ് സഫായി. ഫോർത്ത് ചർച്ച. ചർച്ച അല്ല, ചർച്ച് മീൻസ് പള്ളിയാണ്, ചർച്ച. നെക്സ്റ്റ് ഉചിത ശബ്ദ ചുൻകർ വാക്യ പൂരേ കരോ. ഉചിതമായ ശബ്ദം ചേർത്ത് സെന്റൻസ് പൂർത്തീകരിക്കുക. 4 വാക്കുകൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഹം സബ് മിത്ര യഹാം ഇക്കട്ടെ ഹുയേ ഡാഷ്. ഹം സബ് മിത്ര, ഞങ്ങൾ എല്ലാ കൂട്ടുകാരും ഇവിടെ ഒരുമിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് അതില് ഹാന്ന് വരുന്നത്, ഹാക്ക് എന്തരും? ഡോട്ട് വരും. ഹാക്ക് ഡോട്ട് വന്നാൽ ആ സെന്റൻസ് ബഹുവചനാണെന്ന് അർത്ഥം. ഹം എന്ന് പറയുമ്പോ ഞങ്ങൾ എന്നാണ്, ഒരാളല്ല. അങ്ങനെയാണ് അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഞങ്ങൾ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോ ഹാക്ക് എന്തിടണം? ലാസ്റ്റ് ഡോട്ട് ഇടണം. ഹേം. നെക്സ്റ്റ് യഹ് തോ ബഹുത് അച്ചി ബാത്ത് ഡാഷ്, ഇത് നല്ല കാര്യം തന്നെയാണല്ലോ. അച്ചി ബാത്ത് ഹേ, അതിന്റെ ഡോട്ട് ഒന്നുമില്ല. യഹ് തോ ബഹുത് അച്ചി ബാത്ത് ഹേ. നെക്സ്റ്റ് വനരാജ് ने बताया डैश किसको क्या करना है. വനരാജൻ പറഞ്ഞു എന്തെന്നാൽ കിസ്കോ ക്യാ കർണ ഹെ, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. എന്തെന്നാൽ എന്ന് വരുന്ന അതിനിപ്പോ 2 കീ ആണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഒന്ന് കീ ആണ്, ഒന്ന് കീ ആണ്. 4ാമത് വരുന്ന കീ അതാണ് എന്തെന്നാൽ വരുന്നത്. മറ്റേ കീ നമ്മൾ പഠിച്ച പരസർഗമാണ്, പ്രത്യയമാണ്. ഇന്റെ ഉടെ ഉള്ളാലെ എന്ന് പറഞ്ഞ. വനരാജിനെ ബദായ കീ, ഫോർത്തിലെ കീന്റെ മീനിങ് എന്താണ്? വനരാജൻ പറഞ്ഞു എന്തെന്നാൽ. ഫോർത്ത് ആദ്യത്തെ കീന്റെ അർത്ഥം അതില് നമ്മള് പരസർഗമായിട്ട് പ്രയോഗിക്കുന്നതല്ലേ, അത് വിഭക്തി പ്രത്യയമായിട്ട് പ്രയോഗിക്കുന്നത്. മലയാളത്തിൽ അതിന്റെ മീനിങ് ഇന്റെ, അവന്റെ, അവളുടെ, ഉടെ, ഉള്ള, ലേ. രണ്ടാമത് ഹെ, ഡോട്ട് ഇല്ലാത്ത ഹെ, രണ്ടാമത്തെ ഹെ. ഫോർത്ത് ശ്യാം കോ ജാൻവരോ കീ, അത് ഫസ്റ്റത്തെ പ്രത്യയമാണ് എടുക്കുന്നത്. ശ്യാം കോ ജാൻവരോ കീ ഏക് സഭ ബുലായി ഗയി, വൈകുന്നേരം മൃഗങ്ങളുടെ ഒരു യോഗം വിളിപ്പിച്ചു. ഉടെ മൃഗങ്ങളുടെ, ഇന്റെ ഉടെ ഉള്ള ലേ എന്നുള്ള മീനിങ്. ശ്യാം കോ ജാൻവരോ കീ ഏക് സഭ ബുലായി ഗയി. മനസ്സിലായോ? അതെങ്ങനെ ചേർക്കുന്നത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ അതില്? ഒരു സെന്റൻസ് അവസാനിക്കുമ്പോ ഹേ ചേർക്കുന്നത് ഏകവചനമാണെങ്കിൽ ഹേ മാത്രമാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾ ബഹുവചനമാണെങ്കിൽ ഹാക്ക് ഡോട്ട് കൂടിയിടണം. കേട്ടല്ലോ? ഓക്കെ. നെക്സ്റ്റ് ദിയേ ഗേ വർണ്ണോം സേ ശബ്ദ് ബനാവോ, താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇഷ്ടമുള്ള വാക്കുകൾ ചേർക്കുക. ജ,
ജഗത്ത്. വേറെന്താ? ജംഗൽ, ജാൻവർ, ജന്തു, ജാൻവർ. ഇഷ്ടമുള്ള എഴുതാം. ജീവൻ എന്തെഴുതാം? ജായിൽ ചേർത്ത് വരുന്ന വാക്ക്. നെക്സ്റ്റ് വേർഡ് ജായല്ല, ജായാണ്. ജാന്റെ താഴെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ അക്ഷരം ജാ എന്നല്ല വായിക്കുക, സൂം അല്ലെ? അപ്പൊ ഇവിടെ എന്താ വായിക്കുക? ജരൂരത്ത്. എന്താ ഫസ്റ്റ് വേർഡ്? ജരൂരത്ത്. ഒന്ന് വായിച്ചെല്ലാരും. ജരൂരത്ത്. നെക്സ്റ്റ് ജമാനെ. പുരാനെ ജമാനെ പറഞ്ഞാൽ പണ്ട് കാലത്ത്. ആദ്യത്തെ സമാനെ പറഞ്ഞാൽ ഈടെ, ഇപ്പോ. ജമാനെ. നെക്സ്റ്റ് വാക്കും കൂടി പറഞ്ഞ. ജമാനെ കാലത്ത്, പണ്ട് കാലത്ത്. ഈ കാലത്ത് എന്ന് പറഞ്ഞ കാലത്ത്. ജമാനെ. നെക്സ്റ്റ് ജിന്ദഗി. എന്താ വായിക്കണ്ടേ? ജിന്ദഗി അല്ല, ജിന്ദഗി. ജിന്ദഗി. ജിന്ദഗി എന്ന് പറഞ്ഞാല് ജിന്ദഗി പറഞ്ഞാൽ ജീവിതം. ആ. നെക്സ്റ്റ് ഫൽ, ഫൂൽ, ഫായദ. ഫൽ, ഫൂൽ, ഫായദ. ഇഷ്ടമില്ല എഴുതാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമില്ല എഴുതാം. നെക്സ്റ്റ് ആ ഫ എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ ഉച്ചരിക്കുന്നില്ലേ? ഇത് തുടക്കത്തിൽ ഉണ്ടാവില്ല ഈ ഫാക്ക് ഡോട്ട്. നമ്മള് ഏതെങ്കിലും ഒരു വാക്കില് ഫായിൽ അവസാനിച്ചിട്ട് ഇങ്ങനെ ഉച്ചരിക്കുമെങ്കിൽ മാത്രമേ ആ ഫായിന്റെ ഇടയിൽ ഡോട്ട് ഇടുള്ളൂ. ഇപ്പൊ സാഫ് അല്ലെ? സാഫ്. മാഫ്, ജിറാഫ്. ജിറാഫ്. ബർഫ് ഉണ്ടോ? അങ്ങനെ ഇങ്ങനെ ഉച്ചരിക്കുന്നതൊക്കെ മാത്രമേ എന്ത് ഉപയോഗിക്കുള്ളൂ? ഫാനിന്റെ ഇടയിൽ ഡോട്ട്. പല്ല്, ഫൂൽ എന്നെല്ലാം എഴുതുമ്പോ ഒന്നും ഫാനിന്റെ ഇടയിൽ ഡോട്ട് ഉപയോഗിക്കില്ല. അവസാന അക്ഷരമായിട്ട് ഫാ ഉപയോഗിക്കുമ്പോ അതിന്റെ ഇടയിൽ ഡോട്ട് ഉപയോഗിക്കും. സാഫ്, മാഫ്, ജിറാഫ് ഉണ്ടോ? അതുപോലെ ബർഫ്. ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാം. इतने पाठभाग एक्स्ट्रा वर्क भारत को स्वच्छ बनाने के लिए इंटरनेट से कोई प्रेरक कविता खोजकर कंठस्थ करो और कक्षा में सुनाओ. അത് നിങ്ങൾ സ്കൂൾ ഓപ്പൺ ചെയ്ത് ചെയ്യാൻ മതി. അതായത് നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റിൽ നിന്ന്, അതായത് നെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു കവിത മനഃപ്പാഠമാക്കിയതിനു ശേഷം നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സിൽ വന്നിട്ട് പാടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അവസരം തരാട്ടോ. നെക്സ്റ്റ് സ്വച്ഛതാ അഭിയാൻ സെ സംബന്ധിച്ച് 4 സ്ലേഖൻ ലിഖോ. ശുചിത്വവുമായി ബന്ധപ്പെട്ട 4 പോസ്റ്ററുകൾ തയ്യാറാക്കാം. അത് നിങ്ങൾ A4 ഷീറ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടുമ്പോൾ തയ്യാറാക്കാം. A4 ഷീറ്റിൽ നല്ല വൃത്തിയിൽ പോസ്റ്റർ വരച്ച് അതിൽ സ്കെച്ച് കൊണ്ട് എഴുതണം കേട്ടോ, ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹം സബ് കാ ഹേ ഏക് ഹി നാരാ സ്വച്ഛ് സ്വസ്ഥ ഹോ ദേശ് ഹമാരാ. സ്ലേഖം കണ്ട് അവിടെ കൊടുത്തു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു 4 എണ്ണം എക്സ്ട്രാ എഴുതാം. ഇത്രയാണ് ആ പാഠഭാഗത്തുള്ളത്. രണ്ടാമത്തെ ആക്ടിവിറ്റി പറഞ്ഞായിരുന്നു. ഏതാണ്? ലാസ്റ്റ് പറഞ്ഞ ഇപ്പൊ പറഞ്ഞതാ? ഏതാണ് ജസ്റ്റസേ? അല്ല മിസ്സേ, രണ്ടാമത്തെ ആക്ടിവിറ്റി പറഞ്ഞായിരുന്നു. वर्णों को जोड़कर शब्द बनाओ. വനരാജ് പുരസ്കാർ സഫായി ചർച്ച. അക്ഷരങ്ങൾ കൂട്ടി വാക്കുകൾ ഉണ്ടാക്കുക. കേട്ടില്ലായിരുന്നോ? അപ്പൊ ഇത്രയുമാണ് ആ പാഠഭാഗത്തിലുള്ളത്. അതിൽ നിങ്ങള് ആ പാഠത്തിലെ വേർഡ് മീനിങ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക. ഞാൻ ക്ലാസ്സിൽ ചോദിക്കും ഓരോരുത്തരോട്. വീഡിയോ ഓൺ ആക്കിയിട്ട് പറയണം. ജീവ എന്താ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ വേർഡ് മീനിങ് എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും 7ാമത്തെ ലെസണിന്റെ വേർഡ് മീനിങ്. നെക്സ്റ്റ് വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് വേർഡ് മീനിങ് എഴുതണം, മുഹാവര എടുത്തെഴുതണം, ക്വസ്റ്റ്യൻ ആൻസർ എടുത്തെഴുതണം.
ബാക്കിയെല്ലാം ടെക്സ്റ്റ് ബുക്ക്. ഒരു പേജ് കോപ്പി റൈറ്റിംഗ് വേറെ. ചാപ്റ്ററിന്റെ നോട്ട് തന്നായിരുന്നു സാർ. ആ ഞാൻ ഗ്രൂപ്പിൽ അയച്ചിരുന്നു. പക്ഷെ നിങ്ങൾ പരസ്പരം പറയുന്നത് നോട്ട് തന്നില്ല എന്നാണ്. ഞാൻ എക്സാമിന് തൊട്ട് മുന്നേ തന്നിരുന്നു. ഞങ്ങൾ കണ്ടില്ല. നിങ്ങൾ ആരും കണ്ടില്ല? ഇല്ല, ആരും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒന്നുകൂടി 6th ലെസന്റെ നോട്ട്സും കൂടി വേണ്ടി വരുവാ. ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ 6th ക്വസ്റ്റ്യൻ ആൻസർ അടയാളപ്പെടുത്തിയത് ഞാൻ നിങ്ങൾക്ക് പേജ് അയച്ചു തരാം കേട്ടോ. കേട്ടോ? ഓക്കെ, കംപ്ലീറ്റ് ആക്കണേ എല്ലാവരും ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ലെസൺ 8th ലെസൺ ഊട്ടി കാ സൗന്ദര്യം. ബ്യൂട്ടി ഓഫ് ഊട്ടി. ബ്യൂട്ടി ഓഫ് ഊട്ടി. ക്യൂട്ടി അല്ല കേട്ടോ, ഊട്ടി. ഊട്ടി കാ സൗന്ദര്യം. ഊട്ടിയുടെ സൗന്ദര്യം നമുക്കൊന്ന് നോക്കാം. ഊട്ടിയിൽ പോയവരുണ്ടോ ക്ലാസ്സിൽ ആരെങ്കിലും? ഊട്ടി കൊടൈക്കനാൽ പോയവര് സരിത മിസ് കൈപൊക്കി. ആരെങ്കിലും ഉണ്ടോ മിസ്സിന്റെ കൂടെ കൈപൊക്കി? ജുവാന ഉണ്ട്, ആരാധ്യ ഉണ്ട്. ആരാധ്യ ടാറ്റ ഊട്ടി പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ആരാത്? ഡെൽവിനാണോ പറഞ്ഞത് പോയിട്ടുണ്ടെന്ന്? പോയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ? എങ്ങനെയുണ്ട്? നല്ല രസമായിരുന്നു. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. നല്ല തണുപ്പായിരുന്നു. പിന്നെ വേറെന്താണ് അവിടുത്തെ പ്രത്യേകത? നല്ലൊരു സ്റ്റൈൽ ഉണ്ടല്ലേ, പ്രകൃതി സൗന്ദര്യം ഉണ്ടല്ലേ. അല്ലടാ ഡെൽവിൻ? ആ, ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പൊ പോവാത്തവര് വീട്ടിൽ നിർബന്ധാക്കണ്ട ഇനി ഊട്ടിയിലേക്ക് ടൂർ പോവാന്ന് കേട്ടോ. കണ്ടവരുണ്ടോന്ന് ഞാൻ ചോദിച്ചുള്ളൂ. നോക്കുക, പാടുക പരിചയ്. ഈ പാടമേ പഹാഡോ കി റാണി ഊട്ടി കെ സുന്ദർ പര്യടന സ്ഥലം കാ വർണ്ണൻ ഹെ. ഈ പാഠഭാഗത്തിലെ പർവ്വതങ്ങളുടെ റാണിയായ ഊട്ടിയെ കുറിച്ച്, ഊട്ടിയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ കുറിച്ച് ആണ് വർണ്ണിച്ചിരിക്കുന്നത്. പാട് കാ ഉദ്ദേശ് പ്രകൃതി കെ കരീബ് ലേ ജാന തഥാ ഭ്രമൺ കാ മഹത്വ ബതാന. ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. എന്താണ്? നിങ്ങളെ പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. 2, അതായത് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ആ സൗന്ദര്യം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിന്റെ ലക്ഷ്യം. മിസ് വായിക്കുക, ശ്രദ്ധിച്ചോ. गर्मी की छुट्टियां चल रही थी. मैंने और मेरे छोटे भाई ने जब से ऊटी की तस्वीरों इंटरनेट पर देखी थी, तब से दोनों ही छुट्टियों में ऊटी जाने के लिए उत्साहित थे. मिस വായിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ശ്രദ്ധിക്കുക. जब मम्मी पापा को भी तस्वीरें दिखाई तो ऊटी जाने का कार्यक्रम बनने में देर नहीं लगी. हम वायुयान द्वारा कोयम्बतूर पहुंचे. रात भर आराम करने के बाद हमने टॉय ट्रेन से ऊटी पहुंचने का निश्चय किया. पहली बार टॉय ट्रेन में बैठकर प्रकृति के सुंदर नजारे देखने में जो आनंद मिला वह तो अद्भुत था ही, साथ ही इंटरनेट पर देखे दृश्यों को सामने देख पाने की खुशी किसी सपने के असाकार होने जैसी थी. ऊटी तमिलनाडु राज्य का शहर है जो पर्वतीय स्थल के रूप में प्रसिद्ध है. तमिलनाडु और कर्नाटक की सीमा पर बसे इस शहर को उदगमंडलम भी कहा जाता है. यहाँ पहुंचकर हम सबसे पहले वनस्पति उद्यान बॉटनिकल गार्डन गए. इस खूबसूरत बाग की देख-रेख तमिलनाडु बागवानी विभाग करता है. गर्मी की छुट्टियां चल रही थी. വേനൽ അവധിക്കാലം, സ്കൂൾ അടക്കാറായി. മൈനെ और मेरे छोटे भाई, ഞാനും, ഒരു കുട്ടി പറയാണ്, ഞാനും എന്റെ ചെറിയ അനുജനും കൂടി. जब से ऊटी की तस्वीरें इंटरनेट पर देखी थी.
യൂട്യൂബ് അതായത് ഇന്റർനെറ്റ് നെറ്റിലൂടെ ഊട്ടിയിലെ പല ഫോട്ടോസും ഞാൻ എനിക്ക് കാണാനിട വന്നു. तब से दोनों ही छुट्टियों में ഊട്ടി जाने के लिए उत्साहित थे. ആ പിക്ചേഴ്സ് കണ്ട അന്ന് മുതലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവധിയുള്ള സമയങ്ങളില് എവിടെ പോവാൻ ആഗ്രഹം തോന്നി? ഊട്ടിയിലോട്ട്. ജബ് മമ്മി പാപ്പ കോ ഭി തസ്വീരാൻ ദിഖായി. ഞാൻ എന്റെ മമ്മിക്കും പപ്പക്കും ഒക്കെ ആ പിക്ചേഴ്സ് കാണിച്ചു. तो ഊട്ടി जानने का कार्यक्रम बनने में देर नहीं लगी. അതുകൊണ്ട് ഊട്ടിയിൽ പോകാൻ അധിക സമയം എടുക്കേണ്ടി വന്നില്ല. ഹം വായുയാൻ ദ്വാര കോയമ്പത്തൂർ പഹുഞ്ചെ. ഞങ്ങള് വായുയാൻ എന്ന് പറഞ്ഞാൽ എന്താ? വായുയാൻ എന്ന് പറഞ്ഞാല് എയറോപ്ലെയിനിലൂടെ എവിടെ എത്തിച്ചേർന്നു? കോയമ്പത്തൂരിലെത്തി. रात भर आराम करने के बाद हमने टॉय ट्रेन से ഊട്ടി पहुंचने का निश्चय किया. അവിടെ രാത്രിയിൽ വിശ്രമിച്ചതിന് ശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷം ടോയ് ട്രെയിനിലൂടെ ഞങ്ങൾ ഊട്ടിയിൽ എത്തിച്ചേരാൻ തീരുമാനമെടുത്തു. पहली बार टॉय ट्रेन में बैठकर प्रकृति के सुंदर नजारे देखने में जो आनंद मिला. ഫസ്റ്റ് തന്നെ അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ആ പ്രകൃതി ഭംഗി കാണുമ്പോ വളരെയധികം മനസ്സിന് സന്തോഷം തോന്നി. വഹ്തോ അദ്ഭുത ധാഹി. അത്രയും അത്ഭുതകരമായിരുന്നു ആ കാഴ്ച. സാത്ത് ഹി ഇന്റർനെറ്റ് पर देखे दृश्यों को सामने देख पाने की खुशी किसी सपने के सागर होने जैसी थी. നമ്മൾ ഇത്രയും നാള് നെറ്റിലൂടെ കണ്ടിരുന്ന ആ പിക്ചേഴ്സ് നമ്മുടെ കൺമുന്നിൽ നേരിട്ട് അടുത്ത് കാണുവാൻ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റതാണ്. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരവസ്ഥ. നമ്മളങ്ങനല്ലേ, നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു പോയെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മള് മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നമ്മൾ മനുഷ്യരുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ആശിച്ചു പോയെങ്കിൽ, ആഗ്രഹിച്ചു പോയിട്ട് അത് സാധിച്ചു കിട്ടുമ്പോഴേ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറയാൻ പറ്റൂല അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. നമ്മുടെ മനസ്സിലിപ്പോ ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്നത് വാങ്ങിത്തരണം അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടിയാൽ നല്ലതായിരുന്നു, ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അത് നമുക്ക് സാധിച്ചു തരുമ്പോഴോ നമുക്ക് നല്ല ഹാപ്പി ആയി അല്ലെ, കൂടുതൽ സന്തോഷമായി. ഊട്ടി തമിഴ്നാട് രാജ്യക്കാ ഷഹർ ഹെ. തമിഴ്നാട് രാജ്യത്തിന്റെ ടൗൺ സിറ്റിയാണ് ഏത്? ഊട്ടി. ജോ പർവ്വതീ സ്ഥലക്കെ രൂപമേ പ്രസിദ്ധ ഹെ. അതായത് പർവ്വത നിരകള് കൂടിച്ചേർന്ന പ്രശസ്തമായ സ്ഥലമാണേത്? ഊട്ടി. तमिलनाडु और कर्नाटक की सीमा पर बसे इस शहर को उदगमंडलम भी कहा जाता है. കർണാടകയുടെയും തമിഴ്നാടുവിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം, ഈ ടൗണിനെ ഉദകമണ്ഡലം എന്ന പേരും അറിയപ്പെടുന്നു. ഊട്ടി. यहाँ पहुंचकर हम सबसे पहले वनस्पति उद्याനം गए. നമ്മൾ ആദ്യം അവിടെ എത്തിയിട്ട് വനസ്പതി ഉദ്യാനത്തിലേക്കാണ് പോയത്. इस खूबसूरत बाग की देखरेख तमिलनाडु बागवानी विभाग करता है. ഇതിന്റെ മൊത്തം ചുമതല എന്ന് പറഞ്ഞത് അത് നടത്തിക്കൊണ്ടിരുന്നത് അവിടുത്തെ തമിഴ്നാടുവിലെ പൂന്തോട്ട വിഭാഗം, അതായത് അതിന്റെ ഗാർഡൻ ഒരു അസോസിയേഷൻ ഉണ്ടാവും. അപ്പൊ അവരാണ് ഇത് മുഴുവനും നടത്തിക്കൊണ്ടുവരുന്നത്. അത്രയും മനസ്സിലായോ? ഊട്ടിയെ കുറിച്ച് എത്ര വരെ മനസ്സിലായോ മക്കളെ? പേജ് നമ്പർ 41 ഫുള്ള് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ ഹരി, നെക്സ്റ്റ് പേജ് പറയാല്ലേ? റെഡി അല്ലേ? ഓക്കെ, പേജ് നമ്പർ 42. ലഗ്ഭഗ് കണ്ടോ? लगभग 55 हेक्टेयर क्षेत्र में फैले इस उद्यान में हमने लगभग 650 दुर्लभ किस्मों के पेड़ पौधे, अद्भुत फूल, खूबसूरत झाड़ियां और लगभग 2000 वर्ष पुराने पेड़ों के अवशेष देखे. ഏകദേശം 55 ഹെക്ടർ സ്ഥലത്താണ് ഈ ഉദ്യാനം ഉള്ളത്. അതിലെ
650ഓളം പലവിധ ചെടികള് ആ പൂന്തോട്ടത്തിൽ കാണുവാൻ സാധിക്കുന്നു. അത്ഭുത പൂല് നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ വീട്ടിൽ കാണുന്ന പനി റോസാപ്പൂ അല്ലെ, ജമന്തി, അങ്ങനെയല്ല, അത്ഭുതമായ പൂക്കള്, നമ്മൾ കാണാൻ പറ്റാത്ത അത്രയുള്ള പൂക്കള്. നമ്മള് ചില വീടുകളുണ്ടാവും ഈ ഊട്ടിയിൽ, അവിടെ പോയിട്ട് വന്നാൽ ഒരു സെറ്റ് പൂവ് കൊണ്ടുവന്നാലും വാടാതെ, കണ്ടിട്ടുണ്ടോ അത്? ഫ്ലവർ ഒരു സെറ്റ് ഇങ്ങനെ കിട്ടും വാങ്ങാൻ. അത് കൊണ്ടുവന്നാലും വാടൂല, ഒരിക്കലും ഉണങ്ങിപ്പോവില്ല, ഇങ്ങനെ ഉണ്ടാവും, കുറെ കാലം വരെ നിൽക്കും അത്. खूबसूरत झाड़ियां और लगभग 2000 वर्ष पुराने पेड़ों के അവശേഷ ദേഖ്. പിന്നെയോ കുറ്റിച്ചെടികള്, മനോഹരമായ നമ്മൾ മുറിച്ച് റെഡിയാക്കി വെക്കുന്ന പലതരം മോഡലുള്ള കുറ്റിച്ചെടികൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 2000 വർഷം മുമ്പേ ഉള്ള പലവിധ മരങ്ങളുടെ അവശിഷ്ടങ്ങള്, അവസാനത്തെ ഭാഗങ്ങള്, ഇതൊക്കെയാണ് അതിൽ കാണുവാൻ സാധിച്ചത്. वहां पहुंचकर हमें पता चला कि ये ग्रीष्मोत्सव का अवसर था. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എന്താണ് ഗ്രീഷ്മോത്സവത്തിന്റെ, സമ്മർ ഫെസ്റ്റിവലിന്റെ അവസരമാണിപ്പോ. ഈസ് മഹോത്സവ് മേ ഫൂലോं की प्रदर्शनी लगी थी. ഈ ഉത്സവമുള്ള ഈ ഗ്രീഷ്മോത്സവം നടക്കുന്ന സമയത്ത്, സമ്മർ ഓഫ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ചെടികളുടെ, പൂക്കളുടെ ഒരു പ്രദർശനം തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ സാംസ്കൃതിക കാര്യക്രമം ആയോജനം ചെയ്യാൻ, പിന്നെ പലവിധ കലാപരിപാടികളും ആ ഗാർഡനിൽ കാണുവാൻ പറ്റും. വനസ്പതി ഉദ്യാൻ ദേഖ്നേക്കെ ബാദ് ഹം ഊട്ടി झील गए. നമ്മൾ അതിനുശേഷം ആ വനസ്പതി ഉദ്യാനം നേരെ പോയത് എവിടേക്കായിരുന്നു? ഊട്ടി झील गए, വേറൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയത്. लगभग 2.5 किलोमीटर तक फैली झील के चारों ओर बिगड़ी हरियाली, इसकी खूबसूरती 4 चांद लगा रही थी. 2.5 കിലോമീറ്റർ ദൂരം വ്യാപിക്കുന്ന ഈ അരുവി, വെള്ളച്ചാട്ടം, 4 ഭാഗത്തും പച്ചപ്പ്, ഇതൊക്കെ ആ പ്രകൃതി ഭംഗിയൊക്കെ കാണുവാൻ, അത് നമ്മുടെ 4 ചാന്ദ് ലഗാ രഹി തീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിമനോഹരം എന്നതിനർത്ഥം. ആ കാഴ്ച അതിമനോഹരം തന്നെ. झील में नौका सैर का लुत्फ उड़ाने लोगों की खुशी देखकर हमने भी नौका सैर का मन बनाया. അത് അതിലൂടെ ബോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആ വെള്ളച്ചാട്ടത്തിലൂടെ, അരുവിയിലൂടെ തോണിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഞങ്ങളും എന്ത് ചെയ്തു? നൗകാമേ ബൈഠ്കർ ചാരോ മോർ ജല കാ സൗന്ദര്യ ദേഖിന കഭി ന ഭൂൽനെ വാല അനുഭവം. ആ തോണിയിൽ ഇരുന്നു കൊണ്ട് 4 ഭാഗത്തുമുള്ള ആ ജലത്തിന്റെ, വെള്ളത്തിന്റെ ആ ഭംഗി ആസ്വദിക്കുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. कुछ देर झील के किनारे बैठकर इस सुंदरता को आंखों में बसा लेने की चाह से उसे देखा और फिर हम डोडा भेटा चोटी की ओर चल पड़ा. കുറച്ചു സമയം കൂടി ആ വെള്ളച്ചാട്ടത്തിന്റെ സൈഡില് തീരത്ത് ഇരുന്നു കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അതിനുശേഷം നമ്മള് ഡോഡാബേട്ട എന്ന കൊടുമുടിയിലേക്കാണ് പോയത്. ഡോഡാബേട്ട ചോട്ടി നീലഗിരി കാ സബ്സെ ഊഞ്ച പർവ്വത ഹെ. നീലഗിരി കൊടുമുടിയുടെ അതിലും ഉയരമുള്ള, ഏറ്റവും ഉയരമുള്ള പർവ്വത നിരയാണ് ഡോഡാബേട്ട. അതിന്റെ പേര് ഡോഡാബേട്ട. ഇസ്കി ഊഞ്ചായി, ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞത് ലഗ്ഭഗ്, ഏകദേശം 2000, എത്ര വായിക്കേണ്ടത് പറയാൻ പറ്റുമോ? 2636. അത് ഞാൻ ഹിന്ദിയില് വായിക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്. 2636 മീറ്റർ, 2636 മീറ്റർ. ഇതിന്റെ ഏകദേശം ഉയരം 2636 मीटर. घाटियों में इसकी ढाल पर सिंकोना के बागान है तथा इसकी चोटी पर मौसम विज्ञान वेधशाला भी है.
അപ്പൊ നോക്കുക ആ घाटियों में इसकी ढाल पर सिंकोना के बागान है तथा इसकी चोटी पर मौसम विज्ञान वेधशाला भी है. കാലാവസ്ഥ വകുപ്പ് ആ കൊടുമുടിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ऊंचाई से देखने पर घाटी का नजारा बहुत सुंदर दिखाई देता है. ആ ഉയരത്തിൽ നിന്നുകൊണ്ട് ആ ഇതിനെ എന്താണ് നോക്കിക്കാണുക എന്ന് പറഞ്ഞത് വളരെയധികം മനോഹരമുള്ള ഒരു കാഴ്ചയായിരുന്നു. മൗസം സാഫ് ഹോനെ പർ ദൂർ ദൂർ തക്ക് ഇലാക്കെ ഭി ദിഖായി ദേത്തെ. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് മൗസം സാഫ് ഹോന പറഞ്ഞാല് നല്ല കാലാവസ്ഥ. ഇന്നിപ്പോ നല്ല കാലാവസ്ഥയെ കാണുന്നല്ലേ, പക്ഷെ 2 ദിവസം കൂടി ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയും കാറ്റും മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോ ഇവിടെ നല്ല കാലാവസ്ഥ ആയത് കാരണം ദൂരെയുള്ള പ്രദേശങ്ങളൊക്കെ ഇവർക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഘാട്ടി കാ അദ്ഭുത നസാര ദേഖ്കർ മൻ ഖിലുടാ. ഇവിടെ നിന്ന് ഉൾക്കടൽ കാണുമ്പോഴേ ആ മനസ്സിനെ കുളിർമയണിയിക്കുന്നു. അകലെ ദിൻ ഹംനെ ഗുലാബ് ബാഗ് ദേഖ. റോസ് ഗാർഡനിലേക്ക് പിറ്റേ ദിവസം നമ്മൾ എവിടേക്കാ പോയത്? റോസ് ഗാർഡനിലേക്ക്, ഗുലാബ് ബാഗ്. लगभग 10 एकड़ में फैले इस बाग की स्थापना 1995 में की गई थी. ഏകദേശം 10 ഏക്കറോളം വ്യാപിച്ചെടുക്കുന്ന ഈ പൂന്തോട്ടം 1995 നിർമ്മിച്ചതായിരുന്നു. इस बाग में लगभग 200 किस्मों के गुलाब के पेड़ों का संग्रह है. ഈ പൂന്തോട്ടത്തിൽ ഏകദേശം 200ഓളം പൂക്കള് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. ജിൻ പർ സുന്ദർ ഗുലാബ് ഗിൽത്തെ ഹെ. മനോഹരമായ റോസാ പൂക്കളടക്കം, പല നിറത്തിലുള്ള റോസാ പൂക്കളടക്കം ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഇവിടെ ഗുലാബ് ബാഗിൽ. മനസ്സിലായോ? പേജ് നമ്പർ 41. സ്ഥലം ശരിക്കും ഉള്ളതല്ലേ? ആ അവർ കാണുന്ന കാഴ്ചകളല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ 41 and 42 ആണ് ഇപ്പൊ എടുത്തത്. ഒന്ന് വായിച്ചു നോക്കുന്നോ നിങ്ങള്? ആരാ വായിക്കുന്നത് ഫസ്റ്റ്? വായിച്ചോ? ക്ലാസ് ഏതെങ്കിലും കട്ടാവാറോ? വേണ്ട, ക്ലാസ് കട്ടാവാറായി അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ഒരു 5 മണിക്ക് മുന്നേ ഇതുവരെയുള്ള വർക്കുകള് പേജ് നമ്പർ 40 വരെ നിങ്ങൾക്ക് ഞാൻ 6ാമത്തെ ലെസന്റെ ഒന്നുകൂടി അയച്ചുതരാം. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ 7ാമത്തെ ലെസണിന്റെ വേർഡ് മീനിങ് പഠിച്ചിട്ട് വരിക. 8ാമത്തെ ലെസൺ, ഇന്ന് എടുത്ത ലെസൺ പേജ് നമ്പർ 41 and 42 ഒരു 4-5 പ്രാവശ്യം വായിച്ചിട്ടും വരിക. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ പേജ് നമ്പർ 7ാമത്തെ ലെസൺ, 6ാമത്തെ ലെസൺ അടക്കം ഞാൻ ഇപ്പൊ അയച്ചുതരാം. 7ാമത്തെ ലെസൺ ഇന്നലെ അയച്ചു തന്നിട്ടുണ്ട്. 7ാം ലെസന്റെ വർക്കെല്ലാം എടുത്ത് അയച്ചതുകൊണ്ട് ഇന്നലെ അയച്ചു തന്നിട്ടില്ലേ? അത് നോക്കി എഴുതിയിട്ട് എനിക്ക് ഇന്ന് 5 മണിക്കുള്ളിൽ അയച്ചു തരണം. ഇന്ന് 7ാമത്തെ ലെസൺ അയച്ചതാ. ഞാൻ ഇന്ന് തന്നെ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ 6ാമത്തെ ലെസന്റെ വർക്കുകൾ അയക്കുന്നുണ്ട്. അത് നാളെ